ഏലക്ക വില 4000-ലെത്തി. പുതുവർഷത്തിലെ ആദ്യ ലേലത്തിലാണ് മികച്ച ഇനം ഏലക്കയ്ക്ക് കിലോയ്ക്ക് 4000 രൂപയിലെത്തിയത്. ശരാശരി വില 3000-ഉം കടന്നു. 6 വർഷം മുൻപാണ് ഇതിനു മുമ്പ് ഏലക്കയുടെ വില 4000 കടന്നത്. മുമ്പ് 2019 ഓഗസ്റ്റ് 3-നാണ് ഏലക്കായ്ക്ക് റെക്കോർഡ് വില ലഭിക്കുന്നത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ ലഭിച്ചു. അതോടെ ഹൈറേഞ്ചിലെ ഭൂരിഭാഗം കർഷകരും ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇതിനുശേഷം കൂപ്പുകുത്തിയ വില കഴിഞ്ഞ വർഷം മുതലാണ് മെച്ചപ്പെട്ടു തുടങ്ങിയത്. കഴിഞ്ഞ ഏപ്രിലിൽ 2000 രൂപ കടന്ന വിലയിൽ പിന്നീട് ഇടിവുണ്ടായിട്ടില്ല. ഇതിനൊടുവിലാണ് ഇപ്പോൾ പുതുവർഷത്തിൽ 4000 കടന്നത്. ജനുവരിയിലെ ആദ്യ ലേലത്തിനെത്തിയ 37,116 കിലോ ഏലക്കയിൽ 36,975 കിലോയും വിറ്റഴിഞ്ഞു. വിളവെടുപ്പ് സീസൺ അവസാനിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഉയർന്ന ഉപഭോഗവുമാണ് വില ഉയർത്തുന്നത്. ഈ ഏലത്തിന് സാമാന്യം ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനക്കുറവ് ഇടത്തരം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. കടുത്ത വരൾച്ചയും അതിശക്തമായ മഴയും ഏലം കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കി വിളവുകൾ കുറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലക്ക വില ഉയർന്നില്ല എങ്കിൽ കൃഷിക്കാർക്ക് ഏലകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിളവെടുപ്പ് സീസണിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ ഏലക്ക കുറവാണെങ്കിൽ പോലും ഇന്ന് വിപണിയിൽ ഒരു 4000 രൂപയോളം 8mm ഗോൾഡ് ഉയർന്ന ക്വാളിറ്റിയുള്ള ഏലക്കായ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആ ക്വാളിറ്റിയുള്ള ഏലക്കായ്ക്കാണെങ്കിൽ പോലും ശരാശരി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ശരാശരി വിലയിലൊരു ഉയർച്ച ഉണ്ടാകാൻ ഇത് കാരണമാകും. അത് സ്വാഭാവികമായിട്ടും ഏലം കർഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റമാണ് ഇന്ന് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. കുറഞ്ഞ വിലയിൽ രാജ്യാന്തര വിപണിയിൽ ഏലക്ക വിൽക്കുന്ന ഗ്വാട്ടിമാലയിൽ ഉൽപാദനം ഇടിയുന്നതും കച്ചവടക്കാരുടെയും കർഷകരുടെയും പക്കൽ കാര്യമായ സ്റ്റോക്ക് ഇല്ലാത്തതും വരും ദിവസങ്ങളിലും ഏലക്കായുടെ വിലയിൽ വർധനവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, ഇടുക്കി.